നമ്മൾ ഈ ബ്രെയിൽ ലിപിയിൽ തുടക്കത്തിൽ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കും പോലെ അല്ല നമ്മൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നെ BEd നെറ്റ് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ എഫേർട്ട് എടുത്ത് അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ടോബിയോ അതൊക്കെ ഡീൽ ചെയ്തത്? അതായത് ഞാൻ ബ്രെയിലൊക്കെ പഠിച്ച് 10th വരെ ഞാൻ തൃശ്ശൂർ അത്താണിയിലാണ് പഠിച്ചത്. അത്താണി JMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ അങ്ങനെ സ്കൂളിലാണ്. അത് ബ്ലൈൻഡിന് വേണ്ടിയുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു. അപ്പം അവിടെയാണ് ഞാൻ ബ്രെയിലൊക്കെ പഠിച്ചതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചത് അവിടെയായിരുന്നു. അതിനുശേഷം പിന്നെ +1 മുതലും നമ്മൾ കുറച്ചൊക്കെ ബ്രെയിലൊക്കെ ഉപയോഗിച്ചെങ്കിലും നമുക്ക് കുറച്ചുകൂടെ വൈഡ് റീഡിങ് ആവശ്യമല്ലേ. അപ്പോൾ അന്ന് കാസറ്റിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട്, അന്ന് ടേപ്പ് റെക്കോർഡറും കാസറ്റിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു 2003 ആ ടൈമിലൊക്കെ. അതിനുശേഷം പിന്നീട് നമ്മൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൽ നമുക്കൊരു സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് നമുക്ക് ശബ്ദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ആണ് പഠിച്ചത്. ഒപ്പം തന്നെ നമ്മുടെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം ബുക്സ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്തത്. എനിക്ക് MAക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, 1ാം റാങ്ക് ആയിരുന്നു, എനിക്കറിയാം. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ സമയത്ത് എപ്പോഴോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്ക്. നല്ലൊരു അച്ചീവ്മെൻ്റ് അല്ല, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ അതിനുശേഷമുള്ള MA കഴിഞ്ഞിട്ടുള്ള MAയുടെ ഇടയിലൊരു നെറ്റ് എക്സാം എഴുതിയിരുന്നു. MA കഴിഞ്ഞിട്ട് ഞാൻ ഒരു UGC നെറ്റ് എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് എനിക്ക് ആക്ച്വലി നെറ്റ് ക്വാളിഫൈ ചെയ്തത്. പിന്നെ ഞാൻ BEd ചെയ്തു. BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയത്. അപ്പോൾ BEd കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു 2 PSC പരീക്ഷകൾ എഴുതി. ഹയർ സെക്കൻഡറി ജൂനിയറും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സീനിയറും. അപ്പോൾ ഹയർ സെക്കൻഡറി ജൂനിയറും ഈ സീനിയറും ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒറ്റ പോസ്റ്റിലേക്കുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ജൂനിയർ എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് 2013 മാർച്ച് 11-നാണ്. ഞാൻ എഴുതുന്നത് 2013 ജനുവരി 18 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2013 മാർച്ച് 11 തിങ്കളാഴ്ചയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് ഞാൻ കോളേജിൽ വെച്ച് അറിഞ്ഞു. കോളേജിൽ അന്ന് ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ചാലക്കുടി പനമ്പള്ളി കോളേജിൽ തന്നെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഞാൻ വീടെത്തി റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് 94 മാർക്സ്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആൾക്കും 94 മാർക്സ്. ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ജൂനിയർ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരേ മാർക്കുള്ള 2 പേര് വന്നാൽ ഏജ് പ്രിഫറൻസ് ആണ് PSC പിന്നീട് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം എന്നേക്കാൾ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരേ മാർക്ക് വന്നിട്ടും ആ ജോലി കിട്ടാത്തതിൻ്റെ ഒരു നിരാശ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ അടുത്തതിൽ ട്രൈ ചെയ്തു. അടുത്തത് എക്സാം എന്ന് പറയുന്നത് എന്താ പറയുക 2013 തന്നെ ജൂൺ 14-ാം തീയതി ആയിരുന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇതെല്ലാം ഡേറ്റുകൾ ഓർത്ത് വെച്ചിരിക്കുകയാണല്ലേ? ഡേറ്റുകൾ പറഞ്ഞു. പിന്നെ ആ റാങ്ക് ലിസ്റ്റ് വന്നത് വർഷം തന്നെ ജൂലൈ 30-ന് വന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 2013 ഡിസംബർ 20-ന് ഞാൻ മരത്തങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കോളേജിയേറ്റിന് വേണ്ടി പഠിക്കണം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകണം എന്നുള്ളതൊക്കെ. അതായത് ഞങ്ങളുടെ കോളേജിൽ ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നത് 2012-13 ഇതേ കോളേജിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ ടീച്ചേഴ്സ് പൊളിറ്റിക്കൽ സയൻസിൽ കുറച്ച് പുതിയ ആളുകളൊക്കെ വന്നു. അപ്പോൾ അതിൽ എസ്പെഷ്യലി ഒരു ആശ കരോൾ ആൻ്റണി എന്ന് പറയുന്നൊരു ടീച്ചർ വന്നു. അപ്പോൾ ആ ടീച്ചറും കൂടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിക്കും ടീച്ചർ നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കും ഇതുപോലെ ഒരു ടീച്ചറാകണം, അധ്യാപകനാകണം, കോളേജ് അധ്യാപകനാകണം എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓൾറെഡി 2012 പനമ്പള്ളി കോളേജിൽ വെച്ച് തന്നെയാണ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപ്പോയിൻമെൻറ്റിനുള്ള അപേക്ഷ അയച്ചത്. അതേ കോളേജ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അയച്ചത്. അപ്പോൾ അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2017 നവംബർ 30-ന് ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 2018 ജൂൺ 4-ന്
ഞാൻ ചാലക്കുടി പനമ്പള്ളി കോളേജിൽ ട്രാൻസ്ഫർ വഴി ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.